ചികിത്സയിലായിരുന്നു. 6 പതിറ്റാണ്ട് ബോളിവുഡ് അടക്കിവാണ താരമാണ് ധർമ്മേന്ദ്ര. ഫൈസൽ ഹംസ നമുക്കൊപ്പം. ഫൈസൽ ഹംസ, എല്ലാവരുടെയും പ്രിയ താരം ധർമ്മേന്ദ്ര നവംബർ 12 ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നുള്ളൊരു പ്രതീക്ഷയിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം ആശുപത്രി വിടുമ്പോൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകുന്നു എന്നുള്ള രീതിയിലായിരുന്നു അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. എന്നാൽ സമയം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. മരണം സ്ഥിരീകരിച്ച് കരൺ ജോഹർ അടക്കം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ 6 പതിറ്റാണ്ട് കാലം ബോളിവുഡിനെ അടക്കിവാണ താരങ്ങളിൽ ഒരാൾ എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിഹാസ താരം, ബോളിവുഡിൻ്റെ ഹീമാൻ അല്ലെങ്കിൽ ഹിറ്റ്മാൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. കാരണം 300-ലേറെ ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളത് മാത്രമല്ല, ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 60കളിലും 70കളിലും 80കളിലും ബോളിവുഡിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നായിരുന്നു, ഹിറ്റ് ചിത്രങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതായത് തുടർച്ചയായ ഹിറ്റുകളുടെ ഒരു നീണ്ട പരമ്പര തന്നെ, 6ഉം 7ഉം ചിത്രങ്ങൾ തുടർച്ചയായി ഹിറ്റടിക്കുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. 1960-ൽ പുറത്തിറങ്ങിയ ദിൽ ബി തേരാ ഹം ബി തേരാ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹിറ്റുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഷോലയിലെ ഒക്കെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എക്കാലത്തും എല്ലാ സിനിമാ പ്രേമികളുടെയും മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ തരം റോളുകളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു എന്നുള്ളതാണ്. വില്ലൻ റോളുകളിലാണെങ്കിലും അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ റോളുകളിലും അദ്ദേഹത്തിൻ്റെ റോൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ സിനിമ കണ്ട് ഇറങ്ങുന്നവരുടെ മനസ്സിൽ എക്കാലത്തും തങ്ങി നിൽക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തെ എക്കാലത്തെയും ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മികവിന് അദ്ദേഹത്തിന് പരമോന്നത ബഹുമതികളും നൽകിയ രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ അടക്കമുള്ള ബഹുമതികൾ അദ്ദേഹത്തിന് നൽകി ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹം പാർലമെൻറ്റ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം ഈ 90-ാം വയസ്സ് തികയുമ്പോൾ ഡിസംബർ 8-ന് അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഇക്കിസ് എന്ന സിനിമയുടെ അനൗൺസ്മെന്റ് ഇന്നാണ് വന്നത്. ഡിസംബർ 25-നാണ് ആ സിനിമയുടെ റിലീസ്. അങ്ങനെ ബോളിവുഡിന്റെ ഹീമാൻ, അദ്ദേഹം മണ്ണിനോടും മനുഷ്യരോടും ഒക്കെ ഇണങ്ങി ജീവിക്കാനാണ് എല്ലാ കാലത്തും ആഗ്രഹിച്ചിരുന്നത്. പഞ്ചാബിലെ ലുധിയാനയിലെ വേരുകൾ അദ്ദേഹം മറന്നില്ല എന്നതിന്റെ ഒരു തെളിവായിരുന്നില്ലേ അദ്ദേഹം താമസിക്കുന്ന ഇടത്തെ ലോണാവാലയിലെ 100 ഏക്കർ ഫാം ഹൗസ് അടക്കം? തീർച്ചയായും. മാത്രമല്ല, ഇക്കീസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ ഒരു ഇതിഹാസത്തിൻ്റെ കഥാപാത്രം, ആ ഒരു ഇതിഹാസ കഥാപാത്രത്തെ കൂടിയാണ് ആ ചിത്രം വരച്ചു കാണിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 1971-ലെ ഇന്ത്യ പാക് യുദ്ധത്തിലെ ലഫ്റ്റനൻറ്റ് അരുൺ ഖേദർപാൽ എന്ന ഒരു 21-കാരൻ്റെ കഥയാണ് ഈ ചിത്രം പറയുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഖേദർപാലിൻ്റെ വേഷത്തിലാണ് അദ്ദേഹം ധർമ്മേന്ദ്ര എത്തുന്നത് എന്നുള്ളതാണ്. ഈ ഇന്നത്തെ പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പങ്കുവെച്ചിട്ടുള്ളത് തന്നെ കാലാതീതമായ ഇതിഹാസം എന്നുള്ളതാണ്. ആ ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒരുപോലെ വരച്ചു കാട്ടുന്ന ഒരു ടാഗ് ലൈനായി പോയി. അത് എന്നുകൂടെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. പറ്റിയതുപോലെയായി. കാരണം ആ ടാഗ് ലൈൻ അടക്കം ആ പോസ്റ്റർ വന്നതിന് ഏകദേശം മണിക്കൂറുകൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച ട്വീറ്റാണ് നമ്മൾ കരൺ ജോഹറിൽ നിന്ന് കാണുന്നത്.